ശരി, ഇന്ത്യയിലെ ശ്രീ സി ബി ജനാധിപത്യ സത്യൻ വിശ്വാസികൾക്കല്ലേ പോളിംഗ് ശ്രീ സി ബി പെർസെന്റേജ് കുറഞ്ഞു സത്യൻ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വിഷമം ഉണ്ടാകേണ്ട 95 കാര്യമുള്ളത്? മണ്ഡലങ്ങളിലേക്കാണല്ലോ വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 49 കഴിഞ്ഞ തവണ ഇന്ത്യയെ നേടിയതാണ്. വെറും 11 കഴിഞ്ഞ തവണ ഇപ്പോഴുള്ള ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. ഇത്തവണ ആ പ്രതീക്ഷ, അവരുടെ പ്രതീക്ഷ എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ 11 നിന്നും ഈ 49 കടക്കാനൊക്കെ ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം ഈ 4-ാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യമാകും എന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ മാറി മറിഞ്ഞ സ്ഥിതിക്ക്. സ്മൃതി, ഈ ഘട്ട വോട്ടെടുപ്പ് വളരെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 50% വോട്ടുകൾ സീറ്റുകൾ ഇതിനകം തന്നെ BJP കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 4-ാം ഘട്ടത്തിൽ നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് നമുക്ക് കാണേണ്ട ഒന്ന് രണ്ട് വസ്തുത എന്ന് പറയുന്നത്, ആത്യന്തികമായിട്ട് നമ്മളുടെ മഹാരാഷ്ട്ര എടുക്കുക. മഹാരാഷ്ട്രയിലെ ഏതാണ്ട് 13 സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട്. ഈ 13 സീറ്റുകളിൽ 7 സീറ്റുകളും BJP സ്വന്തമാക്കിയതാണ്. അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ അതിശക്തമായ മത്സരം. അതായത് നമ്മുടെ പ്രാദേശിക സമവാക്യങ്ങൾ എന്ന് പറയുന്നത് മാരകമായി മാറിയിരിക്കുന്നു. പ്രാദേശിക സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന സഖ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട് മഹാരാഷ്ട്രയുടെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഈ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മറാത്ത സംവരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മറാത്ത സംവരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായമായ മറാഠകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വലിയ ഇമ്പാക്റ്റും അതിനൊപ്പം തന്നെ ശിവസേന, NCP തുടങ്ങിയ രണ്ട് പ്രാദേശിക കക്ഷികളെ, അതായത് ഈ നമ്മൾ നേരത്തെ ഞാൻ പല സമയത്ത് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ മഹാരാഷ്ട്രക്കാർ വളരെ സെൻസിറ്റീവാണ് അവരുടെ ഒരു ട്രഡീഷനകത്ത്. അവരുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ സംഭവമാണ്. അത് അവരുടെ മറാത്ത പ്രൈഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഈ വീർ സവർക്കറെ പറയുമ്പോൾ അവർ എതിർക്കുന്നത് മഹാരാഷ്ട്രക്കാരനായതുകൊണ്ടാണ്. ശിവജി അവരുടെ ഇപ്പോഴത്തെ ഈ എല്ലാ കാലത്തെ അഭിമാന സ്തംഭമായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു മറാത്ത പ്രൈഡിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് അവര് ശരിക്കും പറഞ്ഞാൽ ശിവസേനയും അല്ലെങ്കിൽ NCP ഒക്കെ കാണുന്നത്. ശരത് പവാറിനെ പറ്റിയൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരൊക്കെ വെച്ച് പുലർത്തിയാലും ഒരു ശരാശരി മഹാരാഷ്ട്രീയനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികായനായ മനുഷ്യന്മാരിൽ ഒരാളാണ് ശരത് പവാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയെ പിളർത്തുന്ന ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് BJP മുന്നോട്ട് വെച്ചു. ശിവസേന, ബാലാസാഹിബ് താക്കറെയുടെ മുഴുവൻ ലെഗസിയും പേർന്ന ശിവസേനയെ തകർത്ത് കളയുന്ന ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് BJP മുന്നോട്ട് വെച്ചു. അപ്പൊ ഇതിനകത്തൊക്കെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ തവണ 48 സീറ്റിൽ 41 അന്നത്തെ NDA സഖ്യം നേടിയെങ്കിൽ ഇത്തവണ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ വലിയൊരു വ്യത്യാസം അതിനകത്ത് ഉണ്ടാകുമെന്നാണ്. അതായത് 50% സീറ്റുകൾ പ്രതിപക്ഷത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കർണാടകയിലെ കേസ് നമുക്കറിയാം. കർണാടകയിൽ ഇത്തവണ എന്ത് സംഭവിക്കും എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. മുൻകാലങ്ങളിൽ നമ്മൾ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സംഭവം, ഒരു മോദി ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു വലിയ പ്രഭാവം ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷന്റെ ഒരു ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മോദി പ്രഭാവം വളരെ കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ നമ്മൾ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, ഉൾനാടുകളിൽ സഞ്ചരിക്കുമ്പോൾ ആ ഒരു മോദി പ്രഭാവം ഈ പറയുന്നത് പോലെ കേൾക്കാനില്ല. ആൾക്കാർ ഇപ്പോൾ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്, തൊഴിലില്ലായ്മയെ പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ BJP പ്രതിനിധി പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ലാതെ അങ്ങേയറ്റം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവ എത്ര ശതമാനം വോട്ടായി മാറും എന്നുള്ളത് വേറെ കാര്യം. കാരണം കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിന് ശേഷം സപ്പോളജിസ്റ്റായ യോഗേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഈ ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാറ്റേണിലേക്ക് ജാതിയും മതവും ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ഇമ്പാക്റ്റുകൾ ഒന്നും ഇതിനെ മറികടന്നില്ലെങ്കിൽ നമുക്ക് 2019 നമ്മൾ കണ്ട, അല്ലെങ്കിൽ 2014 നമ്മൾ കണ്ട ഒരു മോദി വേവ് ഇത്തവണ അത്ര ഗംഭീരമായിട്ടില്ല നമുക്ക് പറയാൻ പറ്റും. കാരണം തുടക്കത്തിൽ വളരെ അഭിപ്രായ സർവേകൾ 400, 450 തുടങ്ങിയ ഒരു വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഹൈപ്പ് BJP തന്നെയാണ് അത് ഇല്ലാതാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മൊമെന്റിലാണ് ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യർ BJP സത്യത്തിൽ ഭീതിയിലാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുവരെ അവര് കയ്യും വീശി വിജയിക്കുമെന്ന മാനസികാവസ്ഥയിലായിരുന്നു ജനതയും. എന്നാൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് BJP ചെയ്തോടുകൂടിയിട്ട് BJPക്ക് ആത്യന്തികമായിട്ട് പരിഭ്രാന്തി ഉണ്ട് എന്ന് ജനം മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ BJP നേതൃത്വത്തിന്റെയും മൊത്തത്തിലുള്ള ഒരു തന്ത്രങ്ങളിലെ വ്യതിയാനം അത് വളരെ വളരെ എവിഡന്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നരേന്ദ്രമോദി ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച ഒരു വലിയ എന്താ പറയുന്ന ഒരു ഇമേജ് ഉണ്ട്, വിശ്വഗുരു എന്ന് പറയുന്ന ഒരു ഇമേജ്. ആ ഇമേജിനെയൊക്കെ തകർത്തെറിയുന്ന രീതിയിൽ അദ്ദേഹം തന്നെ പച്ചയായിട്ട്, അതായത് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം പരസ്യമായ യോഗങ്ങൾ ഇത്ര പച്ചയായിട്ട് വർഗീയത ശ്രീ മോദി പറയുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വർഗീയത പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ രണ്ട് മതവിഭാഗങ്ങളെ കൃത്യമായി വിഭജിക്കത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഭീതിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രഡോമിനന്റ് ആയ വസ്തുത എന്ന് കാഴ്ചക്കാർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പൊ ഓരോ ഘട്ടം കഴിയുന്തോറും അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ പോലെ പ്രവചനത്തിനൊന്നുമില്ല, യാതൊരു പ്രവചനത്തിനുമില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാറ്റേൺ, മൊത്തത്തിന്റെ ആത്മവിശ്വാസക്കുറവ് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്ന രീതിയിലാണ് BJPയുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ. അവര് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യതിയാനം വന്നിട്ടുണ്ട്. ഈ വ്യതിയാനം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ആത്മവിശ്വാസക്കുറവിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ രണ്ടാമത്തെ കേസ് നേരത്തെ പറഞ്ഞതുപോലെ അരുൺ കേജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു പുതിയ പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും. കാരണം അരവിന്ദ് കേജ്രിവാൾ പുറത്തു വന്ന് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, അല്ലെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുറെ കാലം ജയിലിൽ കിടന്ന ശേഷം എങ്ങനെയാണ് ഒരു ഇലക്ഷനെ അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെ നേരിടണം എന്ന് വളരെ കൃത്യമായിട്ട് തയ്യാറെടുത്ത് വന്നതുപോലെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സംഭവങ്ങൾക്ക് BJPക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ രസകരമായ ഒരു പോയിന്റ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പോയിന്റാണ് 75 വയസ്സ് കഴിഞ്ഞാൽ ശ്രീമാൻ മോദി അല്ലെ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന അവസാനിപ്പിക്കണം എന്ന് മോദി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം 2014 ഇത് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJPയിലെ ഒരുപാട് നേതാക്കളെ അവർ റിട്ടയർ ചെയ്യിച്ചത്. ഇനിയിപ്പോ ഇത് മുന്നോട്ട് വെക്കുന്ന വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോദിയുടെ വാക്കാണ് 75 എന്ന് പറയുന്നത്. അദ്ദേഹം അത് പാലിക്കുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം അത് പാലിച്ചാൽ ഈ മോദിയുടെ ഗ്യാരണ്ടി ആരാണ് നടപ്പിലാക്കുക? ഇനി അദ്ദേഹം അത് പാലിച്ചില്ലെങ്കിൽ ഈ മോദി ഗ്യാരണ്ടിക്ക് എന്താണ് അർത്ഥം? Debate with Smriti Parithikad.